ഹായ് വ്യൂവേഴ്സ്, ഞാൻ നിങ്ങളുടെ പൗർണമി. ഒരു പ്രസവമൊക്കെ കഴിയുമ്പോഴത്തേക്ക് ആൾക്കാർ പൊതുവേ നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട്. വണ്ണമൊക്കെ വെച്ചല്ലേ, സാരില്ല, ഒരു കൊച്ചായല്ലോ, ഇനിയിപ്പോൾ വണ്ണമൊക്കെ ഇരുന്നോട്ടെ, അതൊന്നും ഒരു കുഴപ്പമുള്ള കാര്യമല്ല എന്ന് ചിലർ പറയും. മറ്റു ചിലർ പറയും പ്രസവം കഴിഞ്ഞുള്ള വണ്ണമല്ലേ, ഇതൊന്നും കുറയാനൊന്നും പോകുന്നില്ല എന്ന് പറയും. അതൊക്കെ കേട്ട് വണ്ണം കുറയ്ക്കാണ്ട് മടി പിടിച്ചിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ കൂടെ കൂടിക്കോ, നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. അപ്പോൾ എൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഇന്ന് എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് ഏതാണ്ട് 90 to 93 days ആയി. എനിക്കാണെങ്കിൽ പ്രഗ്നൻ്റ് ആകുന്നതിന് മുന്നേ തന്നെ ഞാൻ ഓവർ വെയിറ്റ് ആണ്. എൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 153 centimeter ആണ്. അതുപോലെ അന്ന് എൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 72 kg ആയിരുന്നു. അതായത് പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞ സമയത്ത് 72 kg ആയിരുന്നു. അപ്പം തന്നെ അറിയാം ഏതാണ്ട് 22 kgs ഞാൻ അപ്പം തന്നെ ഓവർ വെയിറ്റ് ആയിരുന്നു. അപ്പോൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് 85 ആയി. 85 പിന്നെ ഒരു 3 കിലോ കുറഞ്ഞു. ഇപ്പോൾ എൻ്റെ വെയിറ്റ് എത്രയാണെന്ന് വെച്ചാൽ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. 81.9, 82 എന്ന് തന്നെ നമുക്ക് എടുക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ വെയിറ്റ്. നിങ്ങളുടെ വെയിറ്റ് എത്രയാണെന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങളുടെ ഹൈറ്റ് എന്താണെന്നുള്ളതും അപ്പോൾ ഹൈറ്റിനനുസരിച്ചുള്ള ഐഡിയൽ വെയിറ്റ് എന്താണെന്നുള്ളതും മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇതായിരിക്കണം നിങ്ങളുടെ ഗോൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ചെറിയ രീതിക്ക് തുടങ്ങാം. അതായത് നമ്മൾ ഹേർട്ട് ചെയ്തിട്ട് ഭയങ്കരമായിട്ട് ക്രാഷ്ഡ് ആയിട്ടൊക്കെ ചെയ്ത് അങ്ങനൊന്നും വെയിറ്റ് കുറയ്ക്കാൻ ശ്രമിക്കുകയും വേണ്ട. കാര്യം ഇതൊക്കെ എന്ന് വെച്ചാൽ പകുതിയിൽ അങ്ങ് നിന്നു പോകും, നമുക്കങ്ങ് മൊത്തത്തിൽ എത്തിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമ്മളുടെ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് എന്തൊക്കെ ചെയ്യാന്നുള്ളത് നോക്കാം. ഈ വെയിറ്റ് എന്ന് പറയുന്നത് ഏതാണ്ട് 9 മാസം കൊണ്ട് ഇൻക്രീസ് ആയ വെയിറ്റ് ആണ്. ഈ 9 മാസത്തിൽ ഇൻക്രീസ് ആയ വെയിറ്റ് നമ്മൾ ഒരാഴ്ച കൊണ്ടോ അല്ലെങ്കിൽ ഒരു മാസം കൊണ്ടോ കുറയ്ക്കുകയെന്ന് വെച്ചാൽ നടക്കാത്തൊരു കാര്യമാണ്. ഇനി അഥവാ അങ്ങനെ കുറച്ചാൽ തന്നെയും അത് നമ്മുടെ ഹെൽത്തിനെ എഫക്ട് ചെയ്യും. സോ അങ്ങനത്തെ പരിപാടികളൊന്നും വേണ്ട. 9 മാസം കൊണ്ട് കൂടിയ വെയിറ്റ് നമുക്കൊരു 6 മാസം, മിനിമം ഒരു 6 മാസമെങ്കിലും എടുത്തിട്ട് കുറയ്ക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇതിൽ ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ ഞാൻ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് പറയാം. ഇതിൽ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് മധുരമുള്ള സാധനങ്ങൾ കഴിക്കാണ്ടിരിക്കുക, മൈദയിൽ ഉണ്ടാക്കിയ സാധനങ്ങൾ കഴിക്കാണ്ടിരിക്കുക, അതുപോലെ വറുത്ത സാധനങ്ങൾ കഴിക്കാണ്ടിരിക്കുക. മെയിനായിട്ട് ഈ 3 കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ മധുരമുള്ള സാധനം എന്ന് പറയുമ്പോഴത്തേക്ക് പഞ്ചസാര ചായയിൽ ഇടുന്നത് അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ അതും നല്ലതാണ്. അപ്പോൾ ഏതൊക്കെ രീതിയിൽ മധുരം അവോയ്ഡ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ നല്ലത്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു മടിച്ചിയാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ ഇപ്പോൾ ഇവിടെ വീട്ടിലാണെങ്കിൽ കുഞ്ഞിനെ നോക്കുന്ന ഞാനാണ്, കുക്കിംഗ് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഞാനാണ്. അപ്പോൾ അത് തന്നെ എനിക്ക് വലിയൊരു എക്സസൈസ് ആണ്. അതുകൊണ്ട് ഞാൻ ഈ ഒരു മാസത്തെ എൻ്റെ ഡയറ്റിൻ്റെ കൂടെ എക്സസൈസ് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് അതിനുള്ള സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യുക, അതും ഒരു ഡിഫറൻസ് ഉണ്ടാക്കും. പക്ഷെ എൻ്റെ കാര്യത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ തൽക്കാലം ഒരു മാസത്തേക്ക് ഞാൻ വർക്കൗട്ട് ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ വർക്കൗട്ട് ചെയ്യാണ്ട് ഡയറ്റ് മാത്രം നോക്കിയിട്ട് എന്ത് ഡിഫറൻസ് ആണ് ഉണ്ടാവുന്നതെന്നുള്ളത് നമുക്ക് ഒരു മാസം കഴിയുമ്പോഴുള്ള വീഡിയോയിൽ നോക്കാം. ഇനി അടുത്തൊരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ രാവിലെ ഒരു ചായ, വൈകിട്ടൊരു ചായ, ഇതാണ് എൻ്റെ പൊതുവെയുള്ള രീതി. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ചെറുതായിട്ട് മാറ്റുന്നു. രാവിലെയുള്ള ചായ ഞാൻ കട്ട് ചെയ്തിട്ട് അവിടെ ഞാൻ ഗ്രീൻ ടീ എടുക്കാൻ തുടങ്ങുന്നു. വൈകുന്നേരമുള്ള ചായയ്ക്ക് പൊതുവെ നല്ല രീതിക്ക് മധുരം ഇട്ടിട്ടായിരിക്കും കുടിക്കുന്നത്. അതിലൊരു ചെറിയ വ്യത്യാസം വരുത്തുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ വിത്തൗട്ടിൽ കുടിക്കാൻ തുടങ്ങുന്നു. അതായത് പഞ്ചസാര ഇല്ലാണ്ട് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഡെയിലി ഒരു മിൽക്ക് ടീ, ഒരു ഗ്രീൻ ടീ അങ്ങനെയാക്കി. ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ 11 മണിക്ക് എന്തെങ്കിലും എനിക്ക് കുറിക്കാൻ കിട്ടണമായിരുന്നു. എന്തെങ്കിലുമൊക്കെ ഞാൻ വലിച്ചു വാരി കഴിക്കുമായിരുന്നു. അതിന് പകരം ഞാൻ ഇന്ന് മുതൽ ഫ്രൂട്ട്സ് മാത്രമേ കഴിക്കുള്ളൂ. എന്തെങ്കിലും ഒരു ഫ്രൂട്ട് ആയിരിക്കും 11 മണിക്ക് കഴിക്കുന്നത്. അതിൽ ഞാൻ മിക്കവാറും മാങ്ങയും ഡേറ്റ്സും പഴവും അവോയ്ഡ് ചെയ്യും. സോ നമ്മളുടെ വെയിറ്റ് കുറയുന്നതിന് ഒരുപാടൊക്കെ ഇത് കഴിക്കുകയാണെങ്കിൽ ചിലപ്പോൾ തടസ്സമാകാം. സോ ഈ 3 ഫ്രൂട്ടും ഞാൻ അവോയ്ഡ് ചെയ്യുന്നു. പിന്നെ വൈകുന്നേരം ആണെങ്കിൽ ചായയുടെ കൂടെ ബിസ്ക്കറ്റും അതും ഇതൊക്കെ കഴിച്ചിരുന്ന സ്ഥാനത്ത് ഞാൻ ഈ മുതൽ നട്ട്സ് എടുക്കാം എന്ന് വിചാരിച്ചു. നട്ട്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് ഒരു കൈ നിറച്ച് മൊത്തത്തിൽ ഒരു പാത്രം നിറച്ച് അങ്ങനെയൊന്നുമല്ല. 5 മുതൽ 10 എണ്ണം വരെ കൗണ്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ ആൽമണ്ട് ആണെങ്കിൽ ഒരു 10 ആൽമണ്ടിനകത്ത്, അതുപോലെ കാഷ്യൂ ആണെങ്കിൽ ഒരു 5 കാഷ്യൂ, അങ്ങനെ എന്താണോ നിങ്ങൾ എടുക്കുന്നത് അതൊരു 5 മുതൽ 10 എണ്ണത്തിനകത്ത് എടുത്തിട്ട് കഴിക്കാം. ഇനി പലർക്കും ഉള്ളൊരു സംശയമാണ്, ചോറ് കഴിക്കാമോ, ചോറ് കഴിച്ചുകൂടെ? ഡയറ്റ് ചെയ്യുന്ന സമയത്ത് ചിലർ പറയും ചോറ് കഴിച്ചുകൊണ്ട് തന്നെ ഡയറ്റ് ചെയ്യാം, ചിലർ പറയും ചോറ് കഴിച്ചാൽ വണ്ണം വയ്ക്കും എന്നൊക്കെ പറയും. എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയാം, ഞാൻ മുന്നേ ഒരിക്കൽ ഇതുപോലെ കുറച്ച് വെയിറ്റ് ഒന്ന് കുറച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് റൈസ് കട്ട് ഡൗൺ ചെയ്തപ്പോഴാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടിയത്. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് നോക്കുക. അപ്പം ഞാൻ എൻ്റെ കാര്യത്തിൽ റൈസ് കുറച്ചാൽ വെയിറ്റ് കുറയും എന്നുള്ളത് കൊണ്ട് ഉച്ചയ്ക്കുള്ള റൈസ് പകുതിയായിട്ട് കുറയ്ക്കുന്നു. അതായത് ഞാൻ കഴിച്ചുകൊണ്ടിരുന്ന പോർഷൻ്റെ പകുതിയായിട്ട് കുറയ്ക്കുന്നു. അത് ഗ്രാജുവലി ഞാൻ സ്റ്റോപ്പ് ചെയ്യാനാണ് ചാൻസ്. അപ്പം നിങ്ങൾക്ക് റൈസ് ഇല്ലാണ്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുക. അത് ഒറ്റയടിക്ക് ഇന്ന് തന്നെ അങ്ങ് സ്റ്റോപ്പ് ചെയ്യാണ്ടിരിക്കുക. കുറച്ചായിട്ട് കുറച്ച് കൊണ്ടുവന്നിട്ട് സ്റ്റോപ്പ് ചെയ്യുക. എങ്കിലും നമുക്ക് അതുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി നമ്മൾ എല്ലാവരും ട്രാക്കിൽ നിന്ന് പുറത്തു വരുന്നൊരു റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്രേവിങ്. ഇന്ന് ഒരു ദിവസം പിടിച്ച് നിൽക്കും, അടുത്ത ദിവസം പകുതി വരെയും പിടിച്ച് നിൽക്കും. അത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അയ്യോ അത് കഴിച്ചാലോ ഇത് കഴിച്ചാലോ എന്നൊക്കെ തോന്നും. അപ്പോൾ ഈ ക്രേവിങ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ഒരു ഐഡിയ പറഞ്ഞുതരാം.
ഒരു ഡേ ഡിസൈഡ് ചെയ്യുക. വീക്ക്ലി ഒരു ഡേ, സൺഡേയോ സാറ്റർഡേ എങ്ങനെയെങ്കിലും ഒരു ഡേ ഡിസൈഡ് ചെയ്ത് വെക്കുക. ആ ഡേ നിങ്ങൾക്ക് എന്താണോ കഴിക്കണം എന്ന് ആഗ്രഹമുള്ളത് അതിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. എന്ന് വെച്ചാൽ 3 നേരം കഴിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡ്, മധുരവും ഫ്രൈഡ് ഐറ്റംസും ഒക്കെ കഴിക്കാനല്ല ഞാൻ പറഞ്ഞത്. ഒരു സമയം, ഇപ്പം ലഞ്ച് അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ്, ഏതെങ്കിലും ഒരു സമയം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കുക. അപ്പോൾ എന്താ പറ്റുക എന്ന് വെച്ചാൽ നമ്മളുടെ ഈ ഒരു വീക്ക് മൊത്തം ഓക്കെ സൺഡേ വരുമ്പോഴത്തേക്ക് നമുക്ക് കഴിക്കാമല്ലോ, സൺഡേ ആകാറായി, സൺഡേ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാം, അതുവരെ പോട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മനസ്സിനെ തന്നെ നമുക്ക് ഇങ്ങനെ മുന്നോട്ട് കുറച്ചായിട്ട് തള്ളി കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു ഡേ ഡിസൈഡ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിക്കണം എന്ന് തോന്നുന്ന ഫുഡ് എന്താണെന്നുള്ളത് ഓർത്ത് വെച്ചിട്ട് ആ സമയത്ത് കഴിക്കാം. അപ്പോൾ അങ്ങനെ നമ്മളുടെ ക്രീവിങ്ങിന് ഒരു വിധമൊക്കെ നമുക്ക് പിടിച്ചു നിർത്താനായിട്ട് പറ്റും. പിന്നെ കുറേയൊക്കെ നമ്മളുടെ മനസ്സിൻ്റെ തന്നെ ഇതാട്ടോ, ഭയങ്കരമായിട്ട് ക്രേവിംഗ് ഒക്കെ വരുമ്പോൾ വെള്ളമൊക്കെ കുടിക്കുകയാണെങ്കിൽ കുറച്ച് അതിൽ നിന്ന് നമുക്ക് മനസ്സിനെ ഒന്ന് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. അതല്ല ആ സമയത്ത് ബുക്സ് വായിക്കുകയോ അല്ലെങ്കിൽ TV കാണുകയോ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ക്രേവിംഗ് അങ്ങ് മറന്നു. സോ അതൊക്കെ ശ്രമിച്ചു നോക്കുക. ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഡിന്നർ. എൻ്റെ കാര്യത്തിൽ ഞാൻ ഡിന്നർ ഒന്നുകിൽ ചപ്പാത്തി അല്ലെങ്കിൽ ഓട്സ് കഴിക്കാമെന്നാണ് വിചാരിച്ചത്. എന്തായാലും റൈസിൽ ഉണ്ടാക്കിയ ഐറ്റംസോ റൈസോ കഴിക്കില്ല. അപ്പോൾ അത് നിങ്ങൾ ഉറപ്പിച്ച് വയ്ക്കുക. രാത്രി കഴിക്കുന്ന ഫുഡ് ഒരിക്കലും റൈസോ കൊണ്ടുണ്ടാക്കുന്ന ഒരു സാധനം ആയിരിക്കരുത്. നിങ്ങൾക്ക് ഓട്സ് ഇഷ്ടമാണെങ്കിൽ ഓട്സ് കഴിക്കാം, അല്ലെങ്കിൽ വീട്ടിലുണ്ടാക്കുന്ന എന്തെങ്കിലും കഴിക്കാം. അപ്പം ഞാൻ either ചപ്പാത്തി അല്ലെങ്കിൽ ഓട്സ് ആയിരിക്കും കഴിക്കുന്നത്. മിക്കവാറും ഓട്സ് ആയിരിക്കും. കാര്യം ഞാൻ പറഞ്ഞില്ലേ, മുന്നേ ഒരിക്കൽ വെയിറ്റ് കുറച്ചപ്പോഴും ഓട്സ് ആയിരുന്നു ഞാൻ വൈകുന്നേരം കഴിച്ചുകൊണ്ടിരുന്നത്. നല്ലൊരു ഡിഫറൻസ് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓട്സ് ആയിരിക്കും കഴിക്കുന്നത്. ഓട്സ് കഞ്ഞിയാക്കി കഴിക്കാം, അല്ലെങ്കിൽ പാൽ ഒഴിച്ചിട്ട് കഴിക്കരുത് കേട്ടോ. ഓട്സിൽ പാലും പഞ്ചസാരയൊക്കെ ഒഴിച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ വണ്ണം വയ്ക്കും. പാലൊഴിക്കാൻ പാടില്ല. ഓട്സ് മിക്കവാറും ഞാൻ കഞ്ഞിയായിട്ടായിരിക്കും കഴിക്കാറില്ല. അതിൻ്റെ റെസിപ്പിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മറ്റൊരു വീഡിയോയിൽ ഞാൻ ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് വെജിറ്റബിൾസ് ഒക്കെ ബോയിൽ ചെയ്തിട്ട് സ്റ്റീം ചെയ്തിട്ടൊക്കെ കഴിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും കഴിക്കാം, അത് നല്ലതാണ്. സാലഡായിട്ടൊക്കെ കഴിക്കാം. ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ മാക്സിമം ഡിന്നർ ഒരു 8 മണിക്ക് മുന്നേ കഴിക്കാനായിട്ട് ശ്രമിക്കാം. കാര്യം ഒരു 8 മണി മുതൽ അടുത്ത ദിവസം മോർണിംഗ് ഒരു 8 മണി വരെ നമുക്ക് ഒന്നും കഴിക്കാണ്ടിരിക്കാൻ പറ്റുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. സോ അത്രയും സമയം നമ്മുടെ ബോഡിക്ക് ഫാറ്റൊക്കെ ബേൺ ചെയ്യാനുള്ള ടൈം കിട്ടും. നിങ്ങൾ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഒക്കെ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഞാൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാവും. സോ കുറേ സമയം നമ്മളുടെ ബോഡിക്ക് ഫുഡ് കൊടുക്കാണ്ടിരിക്കുകയാണെങ്കിൽ സ്റ്റോർഡ് ഫാറ്റൊക്കെ എടുത്തിട്ട് അത് യൂസ് ചെയ്യും. സോ അങ്ങനെ നമുക്ക് വെയിറ്റ് കുറയ്ക്കാനായിട്ട് പറ്റും. സോ ഞാൻ ഈ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ തന്നെ നിങ്ങൾക്ക് ഒറ്റയടിക്ക് ഫോളോ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒന്നും സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ചിലപ്പം 2-3 തവണയൊക്കെ നമുക്ക് നിർത്തി വരേണ്ടി വരാം. ക്രേവിങ്സ് കാരണം സ്റ്റോപ്പായി പോവാം. സോ ഇങ്ങനത്തെ പല സംഭവങ്ങളൊക്കെ ഇടയിലുണ്ടാവാം. പക്ഷെ കൺസിസ്റ്റന്റ് ആയിട്ട് തന്നെ നിൽക്കുക. ഇപ്പോൾ ഇടയിൽ ഒരു ദിവസം സ്കിപ്പായി പോയി എന്ന് വിചാരിച്ചിട്ട് അയ്യോ ഇനി എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ഒന്നും ചെയ്യേണ്ട. ഒരു ദിവസം സ്കിപ്പായി പോയെങ്കിൽ സാരമില്ല, അടുത്ത ദിവസം മുതൽ വീണ്ടും തുടങ്ങുക. കുറേ പ്രാവശ്യം അങ്ങനെ റീസ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ആ ട്രാക്കിൽ വന്ന് വീഴും. സോ അങ്ങനെ ചെയ്യുക. അപ്പം ഞാൻ ഇതിൻ്റെ അപ്ഡേറ്റ് വീഡിയോ അടുത്ത മാസം ഏതാണ്ട് ഇതേ സമയത്ത് ഒരു ഫെബ്രുവരി 1st വീക്കിലൊക്കെ വീഡിയോ പോസ്റ്റ് ചെയ്യാം. സോ എത്ര ഡിഫറൻസ് ഉണ്ട് വെയിറ്റിൽ എന്നുള്ളത് അപ്പോൾ നമുക്ക് നോക്കാൻ പറ്റും. നിങ്ങളൊക്കെ എൻ്റെ അടുത്ത് കമൻറ്റിൽ പറയാം നിങ്ങൾക്ക് എത്ര വെയിറ്റ് ഡിഫറൻസ് ഉണ്ടായി എന്നുള്ളത്. അതല്ല നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ സ്റ്റെപ്പ് ചെയ്തത് കൊണ്ട് ഡിഫറൻസ് ഉണ്ടായി, എനിക്കിത് യൂസായി, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ പറയുക. എനിക്ക് യൂസ് ആവും, കാണുന്നവർക്ക് യൂസ് ആവും. സോ ഇന്നത്തെ വീഡിയോ ഇതാണ്. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.